തമിഴ്നാട്ടിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ മേട്ടുപ്പാളയം സന്തോഷ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ സന്തോഷ്, രാജ്യത്തെ ഒന്നാകെ ഞെട്ടിക്കുന്ന ഒരു ദുരന്തമാണ് ഈ രാത്രിയിൽ തമിഴ്നാട്ടിൽ നിന്ന് കരൂരിൽ നിന്നും വരുന്നത്. ഏതാണ്ട് മരണസംഖ്യ 40 മുകളിലേക്ക് ഈ ഘട്ടത്തിലെത്തുന്നു. നിരവധി ആളുകൾക്ക് അതീവ ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റിരിക്കുന്നു. അവരെല്ലാം ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശരിക്കും കരൂരിൽ ഇന്ന് സംഭവിച്ചത് എന്താണ് ശ്രീ സന്തോഷ്? ഇന്ന് കാലത്ത് കരൂരും നാമക്കല്ലിലാണ് ഇത്തിരി വിജയുടെ വന്നിട്ട് ഒരു പ്രചാരം നടക്കുന്നുള്ള രീതിയിലുള്ള ഒരു കാരണം വെച്ചിട്ടാണ് കുറെ ആ പാർട്ടിക്കാർ ഇന്ന് അവിടെ ചേർന്നത്. അപ്പോൾ ഇന്ന് തിരക്ക് കൂടുതലായിട്ടുള്ള കാരണം ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തിലേക്ക് വിജയ് എത്താൻ തന്നെ 4 മണിക്കൂർ 5 മണിക്കൂർ സമയമെടുത്തു. ഒരു സ്ഥലത്ത് നിന്ന് ഇന്നൊരു സ്ഥലത്തിലേക്ക് പ്രചാരം ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട് തന്നെ ഒരു 4 മണിക്കൂർ സമയമെടുത്തു. അപ്പൊ ഈ ജനങ്ങൾ അവിടെ തിങ്ങിത്തിരങ്ങി നിന്ന് ജനങ്ങൾ വന്നിട്ട് ഒരു അവസ്ഥ, ഒരു വെള്ളം കൂടി കുടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇരുന്നത്. ആ സമയത്താണ് ഈ വിജയ് വന്നിട്ട് പ്രചാരം ചെയ്തിട്ടിരിക്കുമ്പോഴാണ് ഇത് ഒരു സങ്കടമായിട്ടുള്ള സംഭവങ്ങൾ നടക്കാൻ തുടങ്ങിയതും. ഈ ജനങ്ങൾ ഈ തിരക്കിന്റെ ഉള്ളിൽ അങ്ങോട്ടും പെട്ട കാരണമാണ് ഇത്രയും. അതായത് ഇപ്പോൾ അഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുള്ളത് 31 പേരാണ് മരിച്ചിട്ടുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 62 പേര് ട്രീറ്റ്മെന്റ് എടുത്തിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുത്ത് അവരെയും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിലാണ് ഡിസ്ട്രിക്ട് ഇപ്പോൾ കളക്ടറും മെഡിക്കൽ അഫീഷ്യൽസ് എല്ലാവരും ട്രൈ ചെയ്തിട്ടിരിക്കുന്നത്. എത്രയും അവർക്ക് കൂടുതലായിട്ട് ഡോക്ടർമാരെ ആശുപത്രികളിലേക്ക് വരാൻ വെച്ചിട്ടുണ്ട്. പല സ്ഥലത്താണ്, അതായത് മെഡിക്കൽ കോളേജും പിന്നെ പല സ്ഥലത്തുള്ള ആശുപത്രികളിലും ഈ പരിക്കും ഈ തിരക്കിൽ തിങ്ങിയ ആൾക്കാരെയും കൊണ്ടുവന്ന് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ അഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുള്ളത് 31 പേരാണ്. ഇപ്പൊ തമിഴ്നാട് മുഖ്യമന്ത്രി ഇപ്പൊ ഒരു യോഗം വിളിച്ച് ചേർത്ത് അതിന് എങ്ങനെയൊക്കെയാണ് സംഭവം നടന്നത്, ഇതിനിപ്പോ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് എങ്ങനെയാണ് ചെല്ലേണ്ടത് എന്നുള്ള രീതിയിലുള്ള ഒരു അഫീഷ്യൽ മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. നാളെ തമിഴ്നാട് മുഖ്യമന്ത്രി കരൂർക്ക് വരുന്നുണ്ട്. അതേപോലെ ഡെപ്യൂട്ടി CM ഉദയനിധി സ്റ്റാലിൻ വരുന്നുണ്ട്. ഇത് ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. എന്താന്ന് വെച്ചാൽ ഇതൊരു ഇത്രയും കൂടുതൽ സംഖ്യയിൽ ആൾക്കാരെ തിക്കിലും തിരക്കിലും പെട്ടിട്ട് മരിക്കണം എന്ന് പറയുന്നത് നടക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ അതിന്റെ അടുത്ത സ്റ്റേജ് ഇനി എങ്ങനെയായിരിക്കും അടുത്തതെന്നൊക്കെ ഉള്ളത് ഇനി അഫീഷ്യൽസ് ഒക്കെ കൂടി ചേർന്നിട്ടുള്ള പരിഹാരം എന്താണ് ചെയ്യുക, അടുത്തത് എങ്ങനെയാണ് നടപടി ഉണ്ടാവുക എന്നുള്ളതൊക്കെ അവരറിയിക്കും. ശ്രീ സന്തോഷ്, ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഏതാണ്ട് 10,000-ഓളം ആളുകൾക്ക് മാത്രം നിൽക്കാൻ കഴിയുന്നൊരു സ്ഥലത്തേക്ക് ഏതാണ്ട് 50,000-ന് മുകളിൽ അവിടെ ഒരു ജനസംഖ്യ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ തന്നെ അവിടെ ഒരു വലിയ പാളിച്ച ഭരണകൂടത്തിന്റെ ഉൾപ്പെടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. മാത്രമല്ല കാര്യമായ പോലീസ് സംവിധാനം ഉണ്ടായിരുന്നില്ല. കൂടാതെ വിജയ് എത്തുന്നതിൽ ഏതാണ്ട് 6 മണിക്കൂറോളം താമസമുണ്ടാകുന്നു. അതിനുശേഷം വിജയ് തന്നെ കുപ്പികൾ വലിച്ചെറിഞ്ഞതാണ് ഈ ദുരന്തം ഇത്രത്തോളം വലിയ തോതിൽ ആവാൻ കാരണമായത് എന്ന് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളും അവിടുന്ന് വരുന്നുണ്ട്. തീർച്ചയായിട്ടും. അതായത് ഇതിൽ വന്നിട്ട് നമ്മൾ ആദ്യം നോക്കേണ്ടത്, ഒരു സ്ഥലത്തിൽ പ്രചാരം വിജയ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ വിജയിനെ കാണാൻ വേണ്ടിയിട്ടും വിജയ് സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടും വരുന്ന ആൾക്കാർ അവിടെ നിന്ന് വീണ്ടും വിജയുടെ പിന്നാലെ വരികയാണ്. അപ്പോൾ നമുക്ക് ഒരു താലൂക്കിൽ ഇവർ പ്രചാരം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു 10,000 പേര് കൂടി കഴിഞ്ഞാൽ ഈ 10,000 പേരും അടുത്ത സ്റ്റേജിലേക്ക് വിജയ് ചെല്ലുമ്പോൾ അവിടേക്കും ഇവർ പിന്നാലെ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നമ്മൾ കാണേണ്ട ഒരു വിഷയം. അപ്പൊ അങ്ങനെ ചേരുമ്പോൾ ഒരു സ്ഥലത്തിൽ നിന്ന് ഒരു സ്ഥലത്തിലേക്ക് പോകുമ്പോ ഒരു മീറ്റിംഗ് കഴിഞ്ഞാൽ അവിടെ നിന്ന് ജനങ്ങൾ പിരിഞ്ഞ് പോണില്ല, വിജയുടെ കൂടെ തന്നെ വരികയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ കൂട്ടം കണ്ടമാനം കൂടുമ്പോൾ ആർക്കായാലും അവിടെ നിന്നിട്ട് ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാവും. ഇപ്പൊ ഒരു 10,000 പേര് ചേർന്ന സ്ഥലത്ത് ഒരു 50,000 പേര് ചേരുമ്പോൾ കുടിക്കാൻ വെള്ളം മേടിക്കാനോ അല്ലെങ്കിൽ നമുക്കിത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ആ തിരക്കിന്ന് പുറത്തേക്ക് വരാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ജനങ്ങൾ പെട്ടുപോകും. അപ്പോൾ ഇത് മുഖ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, ഒരു സ്ഥലത്തിൽ വിജയ് മീറ്റിംഗ് കഴിഞ്ഞാൽ തുടർന്ന് ഈ ജനം ഇവരുടെ പിന്നാലെ പോയി തിരക്ക് വർദ്ധിക്കുകയാണെന്നാണ് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റിയത്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇന്ന് ഈ 7 മണിക്ക് ശേഷം നടന്ന മീറ്റിംഗിൽ സംഭവം ഉണ്ടായിരിക്കുന്നത്. യെസ്, വളരെ നന്ദി ശ്രീ സന്തോഷ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. തമിഴ്നാട്ടിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ മേട്ടുപ്പാളയം സന്തോഷാണ് എന്താണ് കരൂരിൽ ഇന്ന് സംഭവിച്ചത് എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകിയത്.